ചെയ്യാമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് വരാം. അപ്പോൾ ഗൈസ്, അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞേ ഇനി എങ്ങോട്ടും പോകുന്നില്ലെന്ന്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ എന്തുണ്ടാക്കാനാന്ന് കരുതിയപ്പോൾ ആദ്യം ഞാൻ കരുതി സാൻഡ്വിച്ച് ആക്കാം. സാൻഡ്വിച്ച് ആക്കാന്ന് പറയുമ്പോൾ കുറേ പണിയുണ്ടല്ലോ, അരിയണം, മയോണൈസ് ഉണ്ടാക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഇപ്പി മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പി ഉണ്ടാക്കാൻ ഇപ്പി എടുക്കട്ടെ ഞാൻ. ഗൈസ് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നെടുക്കാം, എനിക്കൊന്ന് മതി. ഒന്ന് തന്നെ മാഗി കളിക്കുകയാണ് ലാഭം. പക്ഷേ ടേസ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ രണ്ടിനും ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമുണ്ട്, ചിലർക്ക് ഇത് കുറച്ച് പൊടി വെക്കണം. ഈ സാധനം പച്ചക്ക് കഴിക്കാൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ മറ്റേ ഉണ്ടാക്കി കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല, കഴിക്കും. സോ മസാല അപ്പോൾ മസാല മസാല ഇട്ടു. നേരെ അടുപ്പത്ത് കയറ്റട്ടെ. പിന്നെ ഇത്ര എടുത്തിട്ടുണ്ട്. ഈ 4 ഒന്നൊക്കെയുള്ള ഒരു പാക്കറ്റ് ഇങ്ങനെ മേടിച്ചിട്ട് 4 എണ്ണമുള്ളതൊക്കെ അതൊന്നും എനിക്ക് ഒരു പാക്കറ്റിൻ്റെ അത്ര ഇഷ്ടമല്ല. ഒരു പാക്കറ്റ് ഇപ്പോൾ മേടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട്, കാരണം ഇപ്പോൾ ഇതിൽ പൊടിയെടുത്ത് ഇത്രയുള്ള ഒരു പീസും എടുക്കും, അത് പൊട്ടിപ്പൊളിഞ്ഞ് തരും. അതാണ് എനിക്ക് പ്രശ്നം. ഞാനിനി അടുപ്പത്ത് കയറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വെള്ളം തിളക്കണം. എന്നിട്ട് ഞാൻ ഉള്ളിയൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ അരിയിലും ഒരു പണി തന്നെയാണ്. അതുകൊണ്ട് വെറുതെ സാധാരണ കഴിക്കുന്ന പോലെ കഴിക്കാമെന്ന് കരുതി ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മാഗി ഇടും. ചിലവർ ആദ്യം മസാല ഇടും, പിന്നെ മാഗി ഇപ്പം ഇടും. അപ്പോൾ ഞാൻ സാധാരണ ആദ്യം ഇതിടും, പിന്നെ പെട്ടെന്നാവട്ടെ. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഇട്ട് കൊടുക്കാം. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്പൂൺ എടുക്കാം. ഇവിടെ ഫോർക്ക് കാണുന്നില്ല വെച്ച സ്ഥലം, അത് തപ്പിട്ടാണ് എന്നൊക്കെ പറയും. ജസ്റ്റ് അങ്ങനെയല്ല, ഒരു സൈഡ് ചെറുതായിട്ട് കാണുമ്പോൾ മറ്റേ സൈഡും കൂടി വേവിച്ചാൽ പിന്നെ നൂല് പൊട്ടാതെ കിട്ടുമല്ലോ. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. 1 കപ്പ് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. തിളക്കണം. അമ്മ മൊബൈലിന് വേണ്ടി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, ഞാനാണെങ്കിൽ സ്പീഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്പീഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഇവിടെ എന്നെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ തിളച്ച് വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ മസാല മസാല ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മിക്സാക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൽ മറ്റേ ഓരോ സ്ഥലത്തിലായിട്ട് ഇങ്ങനെ മസാലേൻ്റെ ക്യൂബ് പോലെ ആയി കിടക്കും.
നല്ലോണം മിക്സ് ചെയ്ത് മുളക് ഇടും, പക്ഷെ മുളകിട്ട് നല്ല സ്പൈസസ് ഉണ്ടാവും. വേണമെങ്കിൽ കുറച്ച് മസാല വാട്ടർ വെച്ചു. ഇത് ഞാൻ സാധാരണ അങ്ങനെ വയ്ക്കാനൊന്നുമില്ല. ഇതിനെ കൂടെ ഒന്നെങ്കിൽ കട്ടൻ ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മധുരമുള്ള കുഴപ്പമെങ്കിലൊക്കെ വെള്ളം കൂടിയതാണ്, മസാല പിടിക്കാത്തതാണ്, ഒരു കളർ വരുന്നില്ല. നല്ലോണം കളർ വേണ്ടത് ഇട്ടിട്ട് ഇവിടെ റെഡിയാകട്ടെ. അപ്പോഴത്തേക്ക് ഓക്കെ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കെട്ടിയിട്ട് ഇത് അടി പിടിക്കും, അതുകൊണ്ട് ഡ്രൈ ആയിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം കുറച്ച് സൂപ്പായിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഇനിയും കുറച്ചും കൂടി ഇട്ടാൽ ഇത് ഡ്രൈ ആവും. കുറച്ച് സൂപ്പായിട്ടാണ് ഇഷ്ടം. അപ്പോൾ ഓൾമോസ്റ്റ് ഡ്രൈ ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഫ്ലെയിം ഓഫാക്കി ഇനി നമുക്ക് നേരെ സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ തിന്നാൻ പോകുന്നതാണ്. ഒരു കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. എനിക്ക് കട്ടനാണ് ഇഷ്ടം. തിന്ന് നോക്കാം. ടേസ്റ്റ് ഉണ്ട്. നോർമൽ പൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ആദ്യം ഇതിൽ മസാല കാണുന്നില്ല, കുറേയും കൂടി ഇട്ട് ഇതാക്കിയപ്പോൾ നല്ലോണം കളർ വന്നിട്ടുണ്ട്. പുറത്തൊക്കെ പോയി എനിക്ക് ഞാൻ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ പോവാനാണ് ഇഷ്ടം. പക്ഷെ ഇപ്പോൾ ഇത് കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോൾ അമ്മ അങ്ങനെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിനേക്കാളും രസം പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ. നമുക്ക് പുറത്തിരുന്ന് കഴിച്ചാലോ, പക്ഷേ ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് ഓടിക്കൊണ്ടുവരാം, അതാ പ്രശ്നം. അത്യാവശ്യം കൂടുതൽ മുറിയാതെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവർ ബൈ.